ഹൈപ്പർ ഫോക്കസ്. ചെറുപ്പത്തിൽ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ, പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയോ, എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുക, വരച്ചുകൊണ്ടിരിക്കുകയോ, എന്തെങ്കിലും ഒരു പരിപാടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയം പോയത് അറിയാതെ പോയിട്ടുണ്ടോ? എത്ര സമയമായി എന്നുള്ളത് തിരിച്ചറിയാതെ പോയത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് മുഴുവനായിട്ട് ഇമ്മേഴ്സായി പോയൊരവസ്ഥ, ദാറ്റ്സ് ഹൈപ്പർ ഫോക്കസ്. സിമ്പിളാക്കി തരാം. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ തോട്ട്സ് ഇങ്ങനെ എങ്ങോട്ടെങ്കിലൊക്കെ ഇങ്ങനെ ഫോക്കസ് പലതരത്തിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക്, എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള സാധനം, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ, സോബിൻ പറയുന്ന പോലെ പാടുള്ള എന്തെങ്കിലും സ്റ്റെപ്പൊക്കെ കൈ കിട്ടിയ അപ്പോൾ പല കാര്യങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന ഫോക്കസ് എല്ലാം കൂടെ ഒരൊറ്റ സ്ഥലത്തേക്ക് വരും, സിംഗിൾ ഡയറക്ഷനിലേക്ക്. ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ADHD ഉള്ള ആളുടെ ബ്രെയിൻ വർക്ക്സ് ഫാസ്റ്റർ ദാൻ ദ നോർമൽ ലൈഫ്. ഒരു ADHD ബ്രെയിൻ എല്ലാ സമയം ഈ ഒരു മോഡിലേക്ക് എൻ്റർ ചെയ്യൊന്നുമില്ല. അങ്ങനെയൊക്കെ എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിന്. ഈ ഹൈപ്പർ ഫോക്കസിലെ മോഡിലേക്ക് നമ്മൾ വരുന്നത് പതിയെ പതിയെ മറ്റു കാര്യങ്ങളൊക്കെ തലേന്ന് പോയിട്ട് ഇതിലേക്ക് അങ്ങനെ വരുന്നില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഹൈപ്പർ ഫോക്കസ് ആയിക്കൊണ്ടിരുന്നുള്ള പ്രശ്നം സമയം പോയതറിയില്ല, വിശക്കുന്നതറിയില്ല, ആരെങ്കിലും വിളിച്ചാലറിയില്ല. ഈ ഒരു ടൈമിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ബബിളിൻ്റെ ഉള്ളിലായിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീലിങ്ങിനകത്ത് വിട്ടിരിക്കുന്ന, ഇഷ്ടപ്പെട്ടൊരു പാഷനായിട്ടായിട്ടുള്ള ഒരു ബബിളിനകത്തായിരിക്കും നമ്മൾ പെട്ടിട്ടുണ്ടാവുക. ചുറ്റും നടക്കുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ഹൈപ്പർ ഫോക്കസ് എന്ന് പറയുന്നത് ബോത്ത് എ കേഴ്സ് ആൻഡ് ആൻ അഡ്വാൻറ്റേജ്, രണ്ടുമാണ്. കാരണം മറ്റുള്ളവർ ഹൈപ്പർ ഫോക്കസ് മോഡിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഹൈപ്പർ ഫോക്കസ് മോഡിലേക്ക് എത്തിപ്പെട്ടാൽ ഏറ്റവും ഫാസ്റ്റായിട്ട്, ഏറ്റവും എഫിഷ്യൻ്റായിട്ട്, അടിപൊളിയായിട്ട് അത് ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ചുറ്റുമുള്ളതിനൊക്കെ ഇഗ്നോർ ചെയ്യുകയും ചെയ്യും. നമ്മുടെ ടൈം, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, ഫുഡ്, ചുറ്റുമുള്ള ആളുകളെ അൺകണ്ടീഷണലായിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം യു പുഷ് യുവർ ബോഡി ടു മച്ച്. ടയേർഡ് ആയാലും ശരീരം ക്ഷീണിച്ചാലും അറിയാത്ത സ്ഥിതി ഉണ്ടാവും. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഹൈപ്പർ ഫോക്കസ്.